ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ജനനി നവരത്നമഞ്ജരി. ഗുരു 2 പ്രതിഷ്ഠകളാണ് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിട്ടുള്ളത്. അതിലൊന്ന് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയും രണ്ടാമത്തേത് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയുമാണ്. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയെ സംബന്ധിച്ചാണ് ഗുരു ജനനി നവരത്നമഞ്ജരി എന്ന കൃതി രചിക്കുന്നത്. ഒരു ദേവീ സ്തുതി ആയിട്ടല്ല അതിനെ കാണുന്നത്, പരബ്രഹ്മ സ്വരൂപം എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കൃതിയെ ഒരു വേദാന്ത കൃതിയായിട്ടാണ് അറിവുള്ളവർ കാണുന്നത്. ആ കൃതിയിലുടനീളം നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ ദേവീ സ്തോത്രങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ 9 ശ്ലോകങ്ങളിലൂടെയാണ് ഗുരു ആ പരബ്രഹ്മ സ്വരൂപിണിയെ കാണുന്നത്. ഗുരു അതിൽ സൂചിപ്പിക്കുകയാണ്, ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന് ആറിടുന്നത്. ചിന്നാഭി എന്ന് പറയുന്നത് ചിത്താകുന്ന നാഭിയാണ്. നാഭി എന്നുള്ളത് എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനമാണ്. അപ്പോൾ ചിത്താണ് ഇവിടെ ഏതിൻ്റെയും കേന്ദ്രമായിരിക്കുന്നത്. അതിൽ ത്രിപുടി എന്നാണ് അറുന്നത്, അറ്റുപോകുന്നത്, മുറിഞ്ഞു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ സംസാര സമുദ്രത്തിൽ, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് ആത്യന്തികമായിട്ടുള്ളൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവേ ദേവതാ സ്തുതികളിൽ അങ്ങനെയുള്ള ഒരു ചിന്തയല്ല, അങ്ങനെയുള്ളൊരു വിവരണമല്ല കൊടുക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ താന്ത്രിക വിധിപ്രകാരമാണ് പൂജകളും അഭിഷേകവും അതിൻ്റെ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്ത്രിമാർ നിശ്ചയിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ യാതൊരു രീതിയിലുമുള്ള ഒരു പ്രക്രിയയും ഗുരു വിധിച്ചിട്ടില്ല. അറിവിനാണ് പ്രാമുഖ്യം. ശാരദാ മഠത്തിൽ മണിയടിച്ചുള്ള പൂജകളില്ല, നിവേദ്യങ്ങളില്ല. അവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ്? ത്രിപുടി അറിയുന്നതിന് വേണ്ടി. കാരണം നമ്മളുടെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ഈ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ഇങ്ങനെ ഉള്ള ആ ത്രിപുടിയെ നമ്മൾക്ക് തിരിച്ചറിയുവാനും അത് ഈ ചിന്നാഭിയിൽ ലയിക്കുമ്പോഴാണ് നമ്മളുടെ ജനനം മരണമൊക്കെ അറ്റുപോകുന്നത്. അതിൽ എങ്ങനെ നമ്മൾക്ക് ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും? ത്രിപുടി അറിയുക എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്കെല്ലാം മനസ്സിലായി എന്ന് തോന്നാം. ശാരദാ പ്രതിഷ്ഠ നമ്മളവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല എന്ന് നാം മനസ്സിലാക്കണം. ഓരോ വരികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെ ആണ് പ്രതിപാദിക്കുന്നത്. അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള ജ്ഞാനമല്ല, മറിച്ച് അവനവനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയുക. ആ ചൈതന്യത്തെ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കാരണമാണ് ഈ ത്രിപുടി. ഇതിനെ നമ്മൾക്ക് ഈ തിരിച്ചറിഞ്ഞ് ഇല്ലാതാക്കണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, അറിയപ്പെടുന്ന വസ്തു, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള വിശദമായിട്ടുള്ള ആ ഒരു വിശകലനത്തിലൂടെ മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൂത്രത്തിൽ
നമുക്ക് ഷോർട്ട് കട്ടായിട്ട് എവിടെയും പോയി ശാന്തിയും സമാധാനവും വാങ്ങുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഒരു വിശകലനം, ഓരോന്നതായി അവയവം പിരിച്ച് നോക്കുക എന്ന് ഗുരു വേറെ അദ്വൈത ദീപികയിൽ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ദൈവദശകത്തിലാണെങ്കിലും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കുക. അങ്ങനെ പൊരുളൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ചിന്നാഭിയിലേക്ക് നമുക്ക് ലയിക്കുവാൻ, അല്ലെങ്കിൽ അത് തന്നെയാണ്, ചിത്ത് തന്നെയാണ് എൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. തത്വമസി എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ അത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ മഹാവാക്യത്തിലൂടെ വലിയൊരു ആശയത്തെ, ഒരു ദർശനത്തെയാണ് മഹർഷി അവതരിപ്പിക്കുന്നത്. ഇവിടെയും ശ്രീനാരായണ ഗുരു എന്ന മഹർഷി അവതരിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ചിന്നാഭിയിൽ ഇതെല്ലാം നമുക്ക് അർപ്പിക്കുവാൻ, അതിലേക്കെല്ലാം ലയിപ്പിക്കുവാൻ, എന്നേക്കുമായി അതിനെ അറുത്ത് മാറ്റിക്കളയുവാൻ നമുക്ക് സാധിക്കണം. അതിന് അറിവാണ് വേണ്ടുന്നത്. അപ്പോൾ അറിവിൻ്റെ അഭാവമാണ് നമ്മൾക്ക് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. ആ അറിവില്ലായ്മ മാറ്റി ഏവരും ജ്ഞാനസ്വരൂപരായി, സുഖസ്വരൂപരായി മാറണം. മാറുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ സ്വരൂപം അതാണെന്ന് തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് തീരും. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.